ഹായ് ഗൈസ്, നമ്മളിന്ന് ഫ്രൂട്ടി ബിയറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഫ്രൂട്ടി ബിയർ. അതിന് വേണ്ട സാധനങ്ങൾ ഒരു പൈനാപ്പിൾ, ഒരു എന്താ പറയുക, ഒരു നല്ല പഴുപ്പുള്ള ഒരു ഇടത്തരം പൈനാപ്പിളാണ് ഞാൻ വാങ്ങിച്ചേക്കുന്നത്. അതിൻ്റെ പൊക്കം കട്ട് ചെയ്ത് ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ട ആപ്പിൾ, ഫ്രൂട്ട്സിനകത്ത് ആപ്പിൾ, പിന്നെ മാതള നാരങ്ങ, ഇത് രണ്ടും കൂടെ ഞാൻ ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞ് കറക്റ്റാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിതെങ്ങനെ ഉണ്ടാക്കണം നോക്കാം. വളരെ സിമ്പിളാണ്. ഇതിന് വേണ്ട ഐറ്റംസ് ഇത് കൂടാണ്ട് ഒരു ബിയറും കൂടെ വേണം. ഇതെല്ലാം കൂടെ നമ്മൾ മിക്സ് ചെയ്താണ് ഇത് ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് ഉണ്ടാക്കണം എങ്ങനെ നോക്കാം. നമ്മൾ ഇതിനകത്താണ് നമ്മൾ ആക്ച്വലി ഇത് മേക്ക് ചെയ്യാൻ പോകുന്നത്. സോ ഇത് നമ്മൾ വട്ടത്തിൽ ഇതിൻ്റെ ഇത്രയും ഭാഗം നമ്മൾ കറക്റ്റായിട്ട് അരിഞ്ഞ് അറ്റം വരെ ഒരു ഹോൾ പോലെ, ഒരു ബേസൻ പോലെ ആക്കിയെടുക്കും നമ്മൾ. ഓക്കെ, ഓക്കെ. അപ്പോൾ ഇതിനകത്ത് നമുക്കിത് നിറയ്ക്കാനായിട്ടുള്ള ഒരു സ്പേസ് കിട്ടിയിട്ടുണ്ട് കണ്ടോ, കറക്റ്റായിട്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചേക്കണം ആപ്പിളും മാതളവും ബിയറും കൂടെ ഇട്ട് മിക്സ് ചെയ്ത് നമ്മൾ നമ്മുടെ ഫൈനൽ പ്രോഡക്റ്റിലേക്ക് എത്തും. നമുക്കത് നോക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ അവിടെ അരിഞ്ഞു വെച്ചാൽ പൈനാപ്പിളിൻ്റെ എന്താണ് ഇവിടെ നമ്മുടെ ഇതിനകത്ത് നിറയ്ക്കേണ്ടതും ബിയറും വന്നിട്ടുണ്ട്. ഇത് മൂന്നും കൂടിയാണ് നമ്മൾ കോമ്പിനേഷൻ ചെയ്യുന്നത്. ഇതെന്താ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ആദ്യമേ ബിയർ ഇതിനകത്തേക്ക് ഒഴിക്കും, ഇതെല്ലാം കൂടി ഇതിനകത്തേക്ക് ഇടും. എന്നിട്ട് ഈ സംഭവം ഇത് തന്നെ നമ്മൾ ഫ്രിഡ്ജിൽ കൊണ്ടുപോയോ അല്ലാതുകൊണ്ടോ കുറച്ച് നേരം വെക്കും. അപ്പോൾ ഇരിക്കുമ്പോൾ ഇതിനകത്ത് പൈനാപ്പിളിൻ്റെ ഒരു ഫ്ലേവർ ഒരു നല്ല ടേസ്റ്റ് ആയിരിക്കും. നമുക്ക് ചെയ്ത് നോക്കാം. പാത്രത്തിൽ തന്നെ വെക്കാം, പക്ഷെ നമ്മൾ പൈനാപ്പിൾ വെക്കണത് അതിൻ്റെ ഉള്ളിൽ ഇരിക്കുമ്പോഴേ അതിൻ്റെ എല്ലാം അതിലേക്ക് ഇറങ്ങി വരും. ഒരു ടേസ്റ്റ് വ്യത്യാസം, ഒരു ഫ്ലേവർ, ഫ്രൂട്ട്സിൻ്റെ എല്ലാ ഫ്ലേവറും ഇതിലോട്ട് ഇറങ്ങി വരും. അതെ. അപ്പോൾ അതിൽ ആദ്യം നമുക്ക് അതിലോട്ട് ഫ്രൂട്ട്സ് നിറക്കാം. നമ്മൾ നേരത്തെ നിറച്ച് വെച്ച ആപ്പിളും മാതള നാരങ്ങയും കൂടെ നമ്മൾ ഇതിനകത്തേക്ക് ഫില്ല് ചെയ്യണം. നിങ്ങൾക്ക് കാണാമല്ലോ അല്ലേ? ഇനി ബിയർ നമ്മൾ കുറേച്ചിടും കണ്ടോ. ഇത് കുറച്ച് നേരം ഇങ്ങനെ ഇരുന്ന് കഴിയാൻ നേരത്ത് ഇതിനകത്ത് ഈ പൈനാപ്പിളിൻ്റെ തൊണ്ടും മറ്റു കാര്യങ്ങളും എല്ലായിട്ടും നല്ല ഒരു കോമ്പിനേഷൻ ടേസ്റ്റ് നിങ്ങൾക്ക് കിട്ടും. പുറത്തേക്ക് വരില്ല. തേൻ്റെ ഇപ്പം നമ്മളിതൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഇനി നമ്മൾ ഈ ബിയറിൻ്റെ എന്തൊഴിക്കുകയാണ്. അത് ഒറ്റടിക്ക് ഒഴിക്കരുത്, മൊത്തം കൂടെ പുറത്തേക്ക് പോകും. കുറേച്ചായിട്ട് ഒഴിക്കണം. ഓക്കെ, ഇപ്പം മതി. ഇപ്പോൾ പതയുള്ളതുകൊണ്ടാണ് താഴത്തേക്ക് ഇറങ്ങാൻ. ഇതിപ്പോൾ നമ്മളൊരു 2 മണിക്കൂർ നേരം തണുത്ത ചിൽഡായിട്ട് കഴിക്കേണ്ടവർ ഫ്രിഡ്ജിൽ വെക്കാം. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അല്ലാണ്ട് ഒരു 2 മണിക്കൂർ നേരം വെച്ച് കഴിഞ്ഞാൽ അത് കഴിയുമ്പോൾ ഇതിനെല്ലാത്തിനും കൂടെ നല്ലൊരു ഫ്ലേവർ ടേസ്റ്റ് വരും. അപ്പോൾ നമുക്ക് 2 മണിക്കൂർ കഴിയുമ്പോൾ എടുത്ത് നോക്കാം. 2 മണിക്കൂർ നേരം ഞങ്ങൾ ഫ്രിഡ്ജിലാണ് വെച്ചത്, നല്ല തണുപ്പിന് വേണ്ടി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾ നോക്കിയാൽ നല്ല തണുപ്പായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ഇപ്പോൾ ഇനി ഇതിനകത്തേക്ക് ഇത് കുറച്ച് സിറപ്പാണ്, നമ്മുടെ പഞ്ചസാര കലക്കി സിറപ്പാണ് ഞാൻ കുറച്ച് ചേർക്കണം എന്ന് പറഞ്ഞാൽ. ഇതിപ്പോൾ ബിയറാണ് ചേർത്തേക്കണത്. അറിയാമല്ലോ, ബിയർ കുടിക്കുന്നവർക്ക് അറിയാൻ പറ്റും. കയ്പ്പാണ്, മധുരമൊന്നും തന്നെ കയ്പ്പ് തന്നെയാണ്. ഇപ്പോൾ കൊണ്ട് കുറച്ച് സിറപ്പ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തു. അതിൻ്റെ ടോപ്പിങ്ങിൽ കുറച്ച് കളറാകാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് നമ്മളുടെ സംഭവം, ഫ്രൂട്ടി ബിയർ. സംഭവങ്ങൾ കുറച്ച് ഇതിൻ്റെ ഈ തോടിൻ്റെ ഫ്ലേവറും ഇതിനകത്തുള്ള ആപ്പിളിൻ്റെ ഫ്ലേവറും എല്ലാം കൂടെ മിക്സായിട്ട് ഒരു പ്രത്യേക ഒരു ഫ്ലേവർ ടേസ്റ്റാണ് വരുന്നത്. നിങ്ങൾ ട്രൈ ചെയ്ത് യൂസ് ചെയ്താൽ അതിൻ്റെ ഫ്ലേവർ നിങ്ങൾക്ക് ടേസ്റ്റ് കിട്ടത്തുള്ളൂ. സോ എല്ലാവരും ടേസ്റ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ പറയുക. നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും ഞങ്ങളോട് പറയുക. നെക്സ്റ്റ് ടൈം ഇതേപോലെ ഒരു വെറൈറ്റി റെസിപ്പിയായിട്ട് ഞങ്ങൾ വരും. ഓക്കെ, ബൈ.